എടോ ഇതൊന്ന് കേറ്റി. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പട്ടി ഓരിയിടുന്ന ശബ്ദം കേട്ട നീ? ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രേതങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോഴത്ര പട്ടി നീട്ടി ഓരിയിടും. അതെ, നിങ്ങളൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ നടക്കെടുക്കാം. അച്ഛാ, ഈ മുട്ടില്ല അച്ഛാ, ഇടയ്ക്ക് കുത്തി കുത്തി വേദനിക്കുന്നു. മുട്ടിന്റെ അടുത്ത് പറ, കുത്താതെ എനിക്ക്. എന്തുവാ അങ്ങോട്ട് മാറിയില്ലേ? ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞു, അങ്ങോട്ട് മാറി ഞാൻ എടുത്തിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. അച്ഛൻ തന്നെ പറഞ്ഞു മാറിക്കും അങ്ങോട്ട്. നിന്റെ അടുത്താണ് പറഞ്ഞ മാറിയില്ല. ചേട്ടാ ഒരുമാതിരി ബോളിവുഡിലെ പരിപാടി ആണെങ്കിൽ ചേട്ടാ. ബോളിവുഡിലെ പരിപാടിയാ? മക്കൾക്ക് മാത്രം അവസരം കൊടുക്കുന്ന പരിപാടി. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് ഭരണം, അതായത് നാളെ. വൈകിട്ട് ഗംഭീര പാർട്ടി വീട്ടില്. ബൊഫേ. നോണാണോ വെച്ചാണോ? വെച്ചിരിക്കാം. വെച്ചതാ. അതല്ലേ ചോദിച്ചത്. ഈ പച്ചക്കറിയാണോ ഇറച്ചി മീനാണോ? അല്ല, അവരെ അടച്ച കട്ട. ഇവിടെ നിക്കുന്ന ഈ വലിയ മരവും ചെടിയൊക്കെ ഇല്ലേ, എല്ലാം ഇതുപോലെ കുഞ്ഞു വിത്തായിരുന്നു പണ്ട്. കുഞ്ഞിനറിയോ? അല്ല നദു, ചിലതൊക്കെ തയ്യന്നല്ലേ വരുന്നേ. എടീ, തയ്യപ്പ എവിടുന്ന വരുന്നേ? അത് വിത്തിനകത്തുനിന്നല്ലേ? അല്ലേ അച്ഛാ? അത് ശരി. അപ്പൊ രണ്ടിനെ കുറിച്ച് നല്ല ധാരണയാണല്ലേ? എനിക്ക് നല്ല ധാരണയുണ്ട്. ഇവക്ക് ഒരു കുന്നു പറഞ്ഞുകൂടാത്ത. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ കപ്പ ഇങ്ങനെ തയ്യുന്നു വിത്തിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നേ. കപ്പ. എന്ത് ചിരിക്കണേ? കൊള്ളൂല്? പിന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി. പണ്ട് കൊച്ചിലുള്ള പ്രസവിച്ച സമയത്ത് തലയിൽ ഒറ്റ മുടിയിലായിരുന്നു. നമ്മളെ പേടിച്ചു പോയി. അയ്യോ, ഇനി വളരാകുമ്പോൾ മുടി കിളിക്കുവോ വളരുമോ എന്നൊക്കെ. ഒന്നാമത് പെൺകുട്ടിയാണ്. പ്രസവിച്ചപ്പോൾ നല്ല ഐശ്വര്യമായിരുന്നു. കാട്ടുവാങ്ങാനെ പോയിരുന്നു. അത് ഈ ട്രെയിനിലൊക്കെ സ്ഥിരം പരിപാടിയാ. ഈ ബാത്റൂമിലൊക്കെ ഒരേ ചുവരെഴുത്തി ചിത്രകാരന്മാരുടെ പണിത്തരങ്ങള്. ആ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കും ഞാൻ. കറക്റ്റ്. ഇവന്മാരുണ്ടല്ലോ മൊത്തം പറ്റിയില്ല. നമ്മൾ വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കോ ഈ നമ്പറിലോട്ട് വിളിക്കും, ഒരെണ്ണം എടുക്കത്തില്ല. ചിലത് ആകെ പ്രശ്നമായി. എന്താ കാര്യം? എന്താ? അമ്മാവനാണെങ്കിൽ അടുക്കള കയറി ചിക്കൻ കറി കട്ടി നിന്ന് എന്നെ കണ്ടത് വായിലിരുന്ന ചിക്കൻ കാലർ ഒറ്റ വിഴുങ്ങ്. ദേവി, അത് തൊണ്ടയിൽ വിലങ്ങനെ കിടക്കുന്ന തോന്നുന്നു. ഞങ്ങളുടെ അച്ഛൻ ഇതുപോലെ എല്ലു കുടിക്കായിരുന്നു. ഇങ്ങനെ പുള്ളിയുടെ തലയങ്ങോട്ട് പിടിച്ചിട്ട് ഒരു പിച്ചാത്തി തലയങ്ങോട്ട് മാറ്റിയിട്ട് അത്തോട്ട് കഴിട്ട് എല്ലായിടത്തും നീ വരൂ അച്ഛൻ, ആരുടെങ്കിലും തല്ലും കൊണ്ട് അവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് വാങ്ങിച്ചാലേ തിരിച്ചു കൊടുക്കാന്ന് വെച്ചാൽ അറിയാം. അമ്മ, ഇവനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. 2 എണ്ണം കൊടുത്തണ്ടല്ല, പിന്നെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. ചേച്ചി, നീ കളിക്കല്ലേ? കളിച്ചാ കളി പഠിപ്പിക്കാൻ കേശു അറിയാം കേട്ടാ. ആദ്യം നീ നിക്കുന്ന സിബിട്, എന്നിട്ട് നീ കളി പഠിപ്പിക്കാൻ പോ. കറക്റ്റ് സമയത്ത് ചേട്ടന് ഒത്തിയല്ല. എന്താ വിശേഷം? എന്ത്? ചേച്ചിയുടെ മഹാകവിത എഴുതി, അത് വായിക്കാൻ പോവാ. അയ്യോ, ഞാൻ റൂമിൽ കാണും കേട്ടോ. വാടാ, ഒരുപാട് നാളുണ്ട്. നിനക്ക് 2 എണ്ണം തരണം വിചാരിക്കും. ഇല്ലേ, നീ കവിത ആയിട്ട് പോയാ മതി. തുടങ്ങും. അസ്തിത്വ ദുഃഖം. എന്താണ് കവിതയുടെ പേരാണ് അസ്തിത്വ ദുഃഖം. ഒരസ്ഥിയുടെ ദുഃഖം എന്നാക്കിയാണെങ്കിൽ കൊള്ളാം. Yeah, that body's a blessing, girl. I ain't trying to pressure her, but she Excuse me. Yes, sir. Where's the church? പടച്ചവനെ, തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. അതായത് ചർച്ച. ഇങ്ങനെ നേരെ പോയിട്ട് ആ വളവ് തിരിയുമ്പോ അവിടെ ചർച്ച്. ഓക്കെ, വട്ടി എന്റെ അപ്പന്. സോറി, ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ആക്ച്വലി നേരെ പോയിട്ട് വളഞ്ഞ് അവിടെ ചർച്ച്. ഓക്കെ, പതുക്കെ സൂക്ഷിച്ച് നടക്ക്.
വടിക്ക് നല്ല ബലം കൊടുത്ത് നടക്ക്, കാലിന് വലിയ ബലം കൊടുക്കരുത്. കാല് ചരിയരുത്, ലിഗമെന്റ് പിന്നെ വളഞ്ഞു പോകും കേട്ടോ. ആ, ഒരു കാല് വെച്ചതിന് ശേഷം മാത്രമേ അടുത്ത കാല് വെക്കാവൂ. അങ്ങനെയല്ല സാധാരണ എല്ലാരും നടക്കാറ്. ആ, ഒരു കാല് വെച്ചതിന് ശേഷം മാത്രമേ അടുത്ത കാല് വെക്കാവൂ. അതാര് പറഞ്ഞത്? എന്താ ദൈവമേ, കാശ് നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കൂല, മൊത്തം അടിച്ചു കയറി പോയി. ആഹാരം കഴിക്കാത്ത ഒന്നും കഴിക്കാത്ത അയ്യോ എന്തൊരു വിശപ്പെടാ. എത്ര വർഷമായെന്നറിയാം അവൻ എന്നോടൊന്ന് മര്യാദക്കൊന്ന് വർത്താനം പറഞ്ഞിട്ട്. 24 മണിക്കൂർ അവന്റെ പരിപാടി ഇങ്ങനെ ഹാർമോണിയം വായിക്കുക, കമ്പ്യൂട്ടർ പിള്ളേരെ ചീത്ത കാണിക്കപ്പയ്യ. ഇവിടെ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്ന്. അറിയാമോ? അച്ഛൻ പുറത്തിറങ്ങി കിടന്ന് അച്ഛന് ഓർമ്മയില്ല പോലും. അവന്റെ അച്ഛനാ ഓർമ്മയില്ലാത്ത. എടാ, മനുഷ്യരെ മാത്രമല്ല പ്രപഞ്ചത്തിലെ ഒരു ജീവികളെയും ഉപദ്രവിക്കരുത്. നീ ആ പ്രാവുകളെയും മുയലുകളെയും നോക്കൂ. എന്തൊരു നിഷ്കളങ്കതയാ, എന്തൊരു സമാധാനമാ അവരുടെ മുഖത്ത് കളിയാടുന്നത്. ആ സാധു ജീവികളെ നോക്കിയിരുന്നാൽ തന്നെ മനസ്സിന് എന്തൊരു കുളിർമയാ. സ്നേഹിക്കൂ, മനുഷ്യരെയും പശുമൃഗാദികൾ എല്ലാത്തിനെയും സ്നേഹിക്കൂ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ഫാദർ. ആ നില്ലടാ, ഊണ് കഴിച്ചിട്ട് പോവാം. നല്ല പ്രാവർത്തിയും മുയൽ ഫ്രൈയും ഉണ്ട്. കൊക്കിനെ വെടിവെച്ചിട്ട് കിട്ടി. ചേട്ടാ എന്താടാ എങ്ങോട്ട് പോന്നു? ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നീ എന്താണ് മുണ്ടൊക്കെ കൊടുത്തിരിക്കണേ? ഞാൻ എന്തോ ചോദിച്ചത്? എവിടെ പോന്നു? പുറത്തു പോണ്. ആരോട് ചോദിച്ചിട്ട്? അമ്മയോട് ചോദിച്ചിട്ട്. ആ എന്നാ പെട്ടെന്ന് കേട്ടോ. വൈകിയ ലേറ്റ് ആവും. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങളുടെ സഹപാഠികളെ, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം കാണിക്കുക. കുടുംബത്തിൽ സ്നേഹം കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹം വളരും. സമൂഹം വളരുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. അച്ഛോ, പെൺകുട്ടികളെ സ്നേഹിക്കാവോ? കൂടെ പോണ്ടായിരുന്നുല്ലേ? അത് നടക്കില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറയാഞ്ഞേ. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. 5 പൈസ എന്റെ തന്നില്ല. അതെ, എങ്ങനെ തരും അമ്മ? ഇപ്പൊ 5 പൈസ ഇറക്കണില്ല, അമ്മ അറിഞ്ഞില്ല.